ഡ്രസ്സുകൾക്കാണെങ്കിലും ബാക്കി എല്ലാ ഐറ്റംസുകൾക്കാണെങ്കിലും ഇച്ചിരി റേറ്റ് കുറവാണ്. റിസ്ക് എടുക്കാൻ നോക്കുക. അത് പൊട്ടിക്കില്ല. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലൈപ്സിഷ് ബാനോഫിലാണ് ഗായ്സ്. ലൈപ്സിഷ് ബാനോഫ് കണ്ടാ, ഞാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലത്തേക്ക് റോസിനെ കൊണ്ട് നടക്കുകയാണ്. നമുക്കിന്ന് ലൈപ്സിഷിൻ്റെ മഹത്തരമായ സ്ട്രീറ്റിലൂടെ നടക്കാം. കൊള്ളാമല്ലേ? നല്ല പൂന്തോട്ടം. അതെ, എല്ലാത്തിനും ഒരു ഇളവൊടിച്ച് പൊട്ടിച്ചോ. പൊട്ടിക്കില്ല. ചെട്ടുവല്ലി ഓറഞ്ചും മഞ്ഞും. CW മുള്ളർ, ആളുടെ സ്മാരകമാണ്. മുള്ളർ സോറി. ബൂർഗർ മൈസ്റ്ററാണ് ഈ സിറ്റിയുടെ മേയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൂ പോലെ സെറ്റ് ചെയ്താണല്ലേ, നാട്ടിലെ പൂക്കളട്ട പോലെ. ട്രാം പോകണം, ട്രാം. മമ്മി ഇരിക്കണം. അയ്യോ, മമ്മി ഇന്ന് പോയി. വണ്ടല്ലത്, സ്കോർപ്പിയോ. തേള് ഈജിപ്തിന്റെ പരിപാടിയാണ്. ആളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കണ്ട, റിസ്ക് എടുക്കാൻ നോക്കുക. ഉണ്ടാവും, എൻ്റെ മുമ്പത്തെ എപ്പിസോഡിലുണ്ട്. പണിക്കാര. ഇതാണ് ലൈപ്സിഷ് യൂണിവേഴ്സിറ്റി. പണ്ടത്തെ യൂണിവേഴ്സിറ്റിയാണ്. ചേട്ടാ എന്താ പണി നടന്നുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, ഫുൾ ഗ്ലാസിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട്. ഇതാണ് ഗ്രേറ്റ് അഗസ്തുസ് പ്ലാറ്റ്സ്. ഇതാണ് ആ പറഞ്ഞ ഒപ്പറ ഹൗസ്. യെസ്, ജർമ്മനിയിൽ അതിമനോഹരമായ ഒരു ഫൗണ്ടെയിനിലൊന്നും. യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഷ്. ആർക്കിടെക്റ്റ് അടിപൊളിയുണ്ട്. ആർക്കിടെക്ചർ പണ്ടോട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നുണ്ടാവില്ല. ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ തന്നെയാണ്. അതെന്തൊരു സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയില്ല. ഭംഗിയുണ്ട്. ഇതിനെ തിരിയും, വേണ്ട തിരിയണ സാധനം. കാറ്റ് വന്നാൽ തിരിയായിരിക്കും. വേണ്ട ഓരോ രൂപമുണ്ടോ അസ്ഥി കൂടെ ഇരിക്കാനുള്ളതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ കഫറ്റേരിയ, മെൻസ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ക്യാൻറ്റീൻ. ഫുള്ള് പച്ചപ്പല്ല, നല്ല ഭംഗിയുണ്ടല്ലേ. അവിടുത്തെ പ്രൊഫസറായിരുന്നു കേട്ടോ, ആൽബർട്ട് തായർ. ഞാൻ അങ്ങനെ നിൽക്കാം. നോക്കിയാൽ കറക്റ്റ് അല്ല എൻ്റെ ഒരു ലുക്കില്ലേ. അത് പള്ളിയാണ്, അത് ലാറ്റിൻ ചർച്ചാണ്. ഇത് ലൈപ്സിഷിൻ്റെ മറ്റൊരു തിരക്കേറിയ സ്ട്രീറ്റാണ്, വില്യം ലോയ്സ്നർ പ്ലാറ്റ്സ്. ഇത് പണ്ടത്തെ ഒരു കൊട്ടാരമായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ റാത്ത് ഹൗസായിട്ട് ഉപയോഗിക്കണം. അതെന്നതാണ്. ലൈപ്സിഷ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, ഫണ്ടാസ്റ്റിക് ആണ്. പള്ളികളൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്, മത്സരിച്ചിട്ടാണ് പണിയുടെ പള്ളികളൊക്കെ. ഇത് സാധാ ഒരു ലാറ്റിൻ ചർച്ചാണ്. സാധല്ല, ലാറ്റിൻ ചർച്ചാണ്. അവരെ അമ്മാതിരി വലിയ സ്ട്രക്ചറൊന്നും പണിയില്ല. നൈസാണ്. പഴയ രാജാക്കന്മാർ ട്രാവൽ ചെയ്തിരുന്ന. എന്നിട്ട് പറയുന്നേ ചവിട്ടിയിട്ട് വെള്ളം തപ്പിക്കൊണ്ട്. എന്തോ വീലാണ്. എന്താണ് ആലോചിക്കുന്നത്? ഈ വെള്ളം എങ്ങനെ പൊന്തണേന്നാണോ? അതാണ് എത്രയ്ക്കും ടെൻഷൻ അടിച്ച് ആലോചിക്കേണ്ടായിരുന്നത്. ആ പൂക്കളും പൂക്കളെ തലോടി നിൽക്കുന്ന തേനീച്ചകളും. തേനീച്ചകൾ തൊടാൻ പറ്റില്ല. തേനീച്ചകൾ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഇവിടെ 50,000 യൂറോയാണ് ഫൈൻ. ശരിയാണല്ലോ. പക്ഷെ ഇത്തിരി നീട്ടം കൊള്ളാം. അകലെ നോക്കുമ്പോൾ കറക്റ്റ് അരിവേപ്പ്, ജർമ്മൻ അരിവേപ്പ്.
പൂ പറിക്കാൻ പോകണോ? 50,000 ബൊഗൈൻവില്ല. ആ പൂവല്ലേ? ഒരു ചെറിയ കട്ടുണ്ട്. ഈ പൂക്കൾ അങ്ങനത്തെ കളറും കൂടി ആയതുകൊണ്ട് കാണണ്ട. ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം എന്നാണ്. ഇതാ ഞാനും നിന്നു. നമുക്കിവിടെ ഇരുന്ന് കാണാം, ശരിക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ. നടന്ന് കഷ്ടപ്പെടണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ. പാർലമെൻറ്റോ വാചകം വായിച്ചേ. വാചകമാണ്, പേരാണോ? ബുണ്ടസ് ഫെർവാൾട്ടുംഗെറ. സീൻ പിടിക്കാൻ പോണെങ്കിൽ രണ്ടെണ്ണം. കൊടുക്കില്ല ഞാൻ. കുടുംബത്തിൽ പറഞ്ഞവരാണ് വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിക്കണം, പിന്നെ നടന്നിട്ട് വളയ്ക്കാൻ പാടില്ല. ഇതാണ് ഫേമസ് തോമസ് കൃഷി. തോമസ് കൃഷിയുടെ മുമ്പിൽ ഒരു അടിപൊളി സ്റ്റാച്ചു ഉണ്ട്. പേരെന്തിനാണെന്നറിയോ? ഫെലിക്സ് മെൻഡൽസോൺ ബാർത്തോൾഡി. ആളാണ് ഫെലിക്സ്. പൂ കണ്ടു, റോസ് നിന്നു. കൊള്ളാലേ പൂക്കല, നല്ല മണമുണ്ട്. നമ്മുടെ കാട്ടുമുല്ലയുടെ ഒരു മണം. കാട്ടുമുല്ലല്ലോ, മറ്റേ കട്ട കുത്തിക്കണം മുല്ലയില്ലേ? ആ അങ്ങനെ എന്തോ. നല്ല ഭംഗിയുണ്ട്. അപ്പൊ പൊട്ടിച്ചോണ്ട് പോവല്ലേ. ഇതാണ് തോമസ് കൃഷിയുടെ സൈഡ് ഭാഗം. നമ്മൾ നേരെ നടന്നു വന്ന മാർക്കറ്റ് പ്ലാസ്റ്റിക്കാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. പക്ഷെ ഇതിപ്പോൾ തുറക്കില്ല, നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ പോകണം. അതൊരു പീച്ച് മരമാണ് ഗൈസ്. റോഡ് സൈഡിലൊക്കെ നിൽക്കണം. റോസ് കണ്ണു വെച്ചിട്ടുണ്ട്, നോക്കാന്ന്. കുറച്ച് കഴിയുമ്പോൾ പഴുത്തതിന് വന്ന് പൊട്ടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പൊട്ടിക്കും. നിനക്ക് പൊട്ടിക്കണം, നീ പൊട്ടിക്കുന്നു പറഞ്ഞു. സമാധാനമായി എല്ലാവർക്കും. അതാരെ വേറാണ്. നിന്റെ പേര് പറയുമ്പോ ക്രെഡിറ്റ് നീ എടുത്തോളൂ, എനിക്ക് വേണ്ട. എനിക്ക് കുഞ്ഞിന്റെ സന്തോഷമാണ് ഇഷ്ടം. ഇതാണ് സെബാസ്റ്റ്യൻ ബാഹ്. ഈ സിറ്റി അറിയപ്പെടുന്ന ഇയാളുടെ പേരില്ല. ഇയാളൊരു കീബോർഡിസ്റ്റാണ്, പിയാനിസ്റ്റ്, കീബോർഡിസ്റ്റ്. തോമസ് കൃഷിൻ്റെ മെറ്റൽ സ്റ്റാച്ചു. നമുക്ക് തോമസ് കൃഷിയുടെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. കിടക്കൂ. വെൽക്കം. താങ്ക് യു അല്ല, ഡാങ്കെ ഷൂ ഉണ്ട്, പിറ്റേ ഷൂ. ആണ് തോമസ് കൃഷിയുടെ ഉൾഭാഗം. ആ ബിൽഡിംഗ് നോക്കിയേ. ഓഫ്, ഗോൾഡൻ സാധനല്ലേ. കോമേഴ്സ് ബാങ്കാണ് ഇപ്പോൾ നോക്കണേ. വെറുതെ അല്ല, കിട്ടുന്ന പണയം വയ്ക്കണ സ്വർണ്ണമൊക്കെ അവിടെ പെയിന്റ് അടിച്ച് വെച്ചേക്കാ. ആരും അറിയില്ല എന്ന് വിചാരിച്ചവര്. നല്ലൊരു പാർക്ക്. ഇതാണ് ലൈപ്സിഷിലെ മാർക്കറ്റ് പ്ലേസ്. ഇതാണ് പരിപാടി നടക്കാറ്.
ലൈഫ് മാർക്കറ്റിൽ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണിത്. ഫുള്ള് കടകൾ, പട്ടി അടക്കമുണ്ട്. ഇതാണ് പ്രിമാർക്ക്. ഇവിടെ ജർമ്മനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ആദ്യം വരുന്നത് നിങ്ങളായിരിക്കും. ഇവിടെ ഡ്രസ്സുകൾക്കാണെങ്കിലും ബാക്കി എല്ലാ ഐറ്റംസുകൾക്കാണെങ്കിലും ഇച്ചിരി റേറ്റ് കുറവാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും ചെയ്യും. ഞാനൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടാണ് ആദ്യമായിട്ട് ജാക്കറ്റ് എടുത്തത്. അത് നല്ലതായിരുന്നു. 50 യൂറോസിന് താഴെയായിട്ട് കിട്ടിയായിരുന്നു. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ ലൈഫ് സ്റ്റേഷൻ്റെ ചെറിയ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. Cheers.